ഓക്കെ, എല്ലാവർക്കും എൻ്റെ വക ഒരു ചാമിങ് നമസ്കാരം. ഇന്നൊരു ഡച്ച് സ്റ്റൈൽ ബീഫ് സ്റ്റൂ റെസിപ്പിയാണ്. അതിനാദ്യം ബീഫ് ക്യൂബ്സ് എടുക്കുക, കുറച്ച് മൈദ, ഒരു 1.5 ടീസ്പൂൺ മൈദ ഇടുക, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇത് ഇവിടെ പെപ്പർ മില്ലൊക്കെ ഇട്ടിട്ട് കുരുമുളക് പൊടി ഒന്ന് ഫ്രഷായിട്ട് ക്രഷ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനെ പിടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഫ്ലോർ കോട്ട് ചെയ്ത് വരണം. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ആദ്യം നമ്മൾ ഈ ബീഫ് ക്യൂബ്സിനെ നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കും. ഇത് ഗ്രില്ല് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ ലെയർ ചെറുതായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് അകത്ത് വെക്കുന്ന ഒരു പ്രോസസ്സാണിത്. കാരണം നമ്മൾ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാരണം ഇത് സ്ലോ കുക്ക്ഡ് ആയിട്ട് ഒരുപാട് നേരം കുക്കാവുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബീഫ് അല്ലെങ്കിൽ മീറ്റ് ഡിസ്മാൻഡിൽ ആകത്തില്ല. ഈ ഡച്ച് ബീഫ് സ്റ്റൂ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ബീഫ് സ്റ്റൂ ആണ്. ഇതിൽ നമ്മളുടെ നാടൻ സ്റ്റൈൽ മാതിരിയുള്ള ബീഫ് സ്റ്റൂ അല്ല. ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമ്മൾ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാറില്ല. അതിന് പകരം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ പ്യൂറയാണ്. ഗ്രില്ല് ചെയ്ത ബീഫ് ക്യൂബ്സ് മാറ്റിയിട്ട് ആ സെയിം പാനിൽ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു ടൊമാറ്റോ പ്യൂറേ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. ഇത് കമേഴ്ഷ്യലായിട്ട് വാങ്ങാൻ കിട്ടും ടൊമാറ്റോ പ്യൂറേ ആയിട്ട്. ഇതല്ലാതെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് വീട്ടിൽ ടൊമാറ്റോ പ്യൂറേ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഇതിൽ കുറച്ചൊരു ആൽക്കഹോളിൻ്റെ ഒരു എലിമെൻറ്റ് വരും. ഇതർ നമുക്ക് വൈൻ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡിയാണ്. അപ്പോൾ ഇപ്പോൾ ഇടുന്നത് മാഗിയുടെ മാജിക് ക്യൂബ്സ് ആണ്. അത് ബേസിക്കലി ഒരു സ്റ്റോക്കിൻ്റെ എലിമെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാത്തിനും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ആ ഗ്രേവി ഒന്ന് കുക്കായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ ഗ്രില്ല് ചെയ്ത ബീഫ് ക്യൂബ്സ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടുന്നു. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം അതിനെ കുക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇപ്പോൾ ഇടുന്നത് കുറച്ച് പാപ്രിക്ക പൗഡറാണ്. അത് സ്മോക്ഡ് പാപ്രിക്ക പൗഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും അതിന്. എന്നിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറച്ച് കുരുമുളകും കൂടി അതിൻ്റെ അകത്തോട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഹെർബ്സ് ചേർക്കുന്നു. ഇപ്പോൾ ഞാൻ ഇടുന്നത് റോസ്മേരി എന്ന് പറഞ്ഞൊരു ഹെർബാണ്. ഒരുപാട് ഇടാൻ പാടില്ല, ഭയങ്കര ഓവർ പവറിങ് ഹെർബാണിത്. അതല്ലാതെ കുറച്ച് തൈം, ഈ 2 ഹെർബ്സ് മാത്രം ഇട്ടാൽ മതി ഇതിൻ്റെ അകത്ത്. അതും സോൾട്ട് പെപ്പറും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി സ്മോക്ഡ് പാപ്രിക്ക. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്യുകയാണ്. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് കുക്ക് ചെയ്യുകയാണ്. സാധാരണ ഒത്തൻറ്റിക്കലി ഇതിനെ സ്ലോ ആയിട്ട് ഒരുപാട് നേരത്തേക്ക് കുക്ക് ചെയ്യുന്നതാണ്. ഞാൻ പിന്നെ പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ടുമായിട്ട് ഞാനിതിനെ കുക്കറിലിട്ട് കുക്ക് ചെയ്യുകയാണെന്നേ ഉള്ളൂ. അത് കുക്കറിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം സ്റ്റൂ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് സ്റ്റാർച്ച് വേണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കുറച്ച് ക്യാരറ്റും നല്ല ക്യൂബ്സായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തങ്ങ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറിലിട്ട് ഒരു 3-4 വിസിൽ. ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്യേണ്ട, കാരണം കുറച്ച് നേരം കുക്കായതാണ് ബീഫ്. ഇത് ബീഫ് എനിക്ക് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ അതങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 വിസിൽ. അത് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ബട്ടർ എടുക്കുക ഒരു പാനിൽ. എന്നിട്ട് ആ പാനിൽ നമ്മൾ മഷ്റൂംസും ഗ്രീൻ പീസും സോത്തേ ചെയ്യും. അപ്പോൾ മഷ്റൂം ഇതേമാതിരി ഞാൻ ഈ ക്യൂബ്സ് മാതിരി കട്ട് ചെയ്തിട്ടിരിക്കുന്ന മാതിരി ഇട്ടിട്ട് കുറച്ച് ഗ്രീൻ പീസും കൂടി അതിൻ്റെ അകത്തോട്ട് ഇടണം. എന്നിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സോത്തേ ചെയ്തെടുക്കുക. കുറച്ച് സീസണിങ്സ് ഇടുക, സോൾട്ട്, പെപ്പർ അതൊക്കെ ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ സ്ലോ മോഷനിൽ ഭയങ്കര മിക്സിംഗ് ഒക്കെ ഇങ്ങനെ ഷോ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലുള്ള സാധനം കംപ്ലീറ്റ് റെഡി ആയിരിക്കും. അതെടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വെന്തിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണ്ടേ. മോനെ അതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ സത്യം ചുമ്മാ പറയുകയല്ല, ആ ടൊമാറ്റോൻ്റെ കൂട്ടത്തിൽ ബീഫിനും വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ആ കുക്ക് ചെയ്ത് പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, ഒരുവിധം നല്ല ഭംഗിയായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ്ചറിനെ എടുത്ത് നമ്മൾ ആ പാൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് അതിനെ അങ്ങ് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് മോനെ
ഇതൊന്ന് കുറച്ചൊന്നിങ്ങനെ എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്താലുണ്ടല്ലോ, അമ്മച്ചിയാണ് ചുമ്മാ പറയല്ല, നിങ്ങൾ സ്വർഗം കാണും. അടിപൊളി റെസിപ്പി എന്ന് വെച്ചാൽ നമ്മൾ ഈ സാധാരണ ഈ വീട്ടിലൊക്കെ ചെയ്യുന്ന നമ്മുടെ നാടൻ സ്റ്റൈലുമായിട്ട് വ്യത്യസ്തമായ ഒരു ബീഫിൻ്റെ പ്രിപ്പറേഷനാണ്. അത്യാവശ്യത്തിനുള്ള സ്പൈസ് ലെവൽസും ഉണ്ട്. നല്ല ഒന്നാം തരം ടേസ്റ്റാണ്, ചുമ്മാ പറയല്ല. ഇത് അപ്പം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ ദോശ, ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂട്ടത്തിൽ പെർഫെക്റ്റ് ആയിരിക്കും. യു വിൽ ഹാവ് എ വണ്ടർഫുൾ ടൈം ഹാവിങ് ദിസ്. സോ താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് അഥവാ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ദ സുബിൻ ഷോ. ആൻഡ് അഥവാ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ഷെയർ ഇറ്റ് ടു യുവർ ലവ്ഡ് വൺസ്. ഐ എം ഷുവർ ദിസ് ഇസ് സംതിങ് that you have to try. അടിപൊളി റെസിപ്പിയാണ്. ആൻഡ് ദിസ് ഇസ് സുബിൻ സൈനിങ് ഔട്ട്. താങ്ക് യു.